രാവിലെ അപ്പത്തിൻ്റെ അരച്ച മാവ് പുളിച്ച് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ചെറിയൊരു പുളിയൊക്കെ ആവും അല്ലേ. അപ്പോൾ പിന്നെ അത് അപ്പം ചുട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സെറ്റാവില്ല. അപ്പോൾ നമ്മൾ അതിനെ എന്തോ പരിഷ്കരിക്കാനായിട്ട് തീരുമാനിച്ചു. ഇപ്പം നോക്കിയപ്പോൾ വേറെ ഒരു ഐഡിയ തോന്നിയില്ല. പെട്ടെന്ന് നോക്കിയപ്പോൾ കുറച്ച് ബീട്രൂട്ട് നമ്മൾ കൂടുതൽ കിട്ടിയപ്പോൾ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കവറിലൊക്കെ ആക്കി വെച്ചാണ്, പക്ഷെ തണുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചെറിയ മിക്സിയുടെ ജാറിൽ ഇച്ചിരി പഞ്ചസാര ഏലക്കയും ജീരകം കൂടി കൂട്ടി പൊട്ടിക്കാനായിട്ട് മാക്സിമം ശ്രമിച്ചു. അവിടെ ചെറിയ മിക്സി ആണെന്നില്ല. അപ്പോൾ നമ്മൾ വലിയ മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുത്തു. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ അരച്ചെടുക്കുമ്പോൾ പച്ച ബീട്രൂട്ട് നമ്മൾ അരച്ച് ചേർക്കുന്ന ഒരു പച്ചച്ചോവയൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ. പിന്നെ നമ്മളതൊരു അപ്പച്ചട്ടിയിൽ മാറ്റി അപ്പാക്കി ചുട്ടെടുത്തു. അപ്പം കുഴപ്പമില്ല, അത്യാവശ്യം മധുരമൊക്കെ ഉള്ള കാരണം കൊണ്ട് ആവറേജാണ്. വൗ എന്ന് പറയാവുന്ന ഫാക്ടറൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. പിന്നെ അപ്പത്തിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേറെ എന്തെങ്കിലും കറിയോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ കൂട്ടണമെങ്കിൽ കൂട്ടാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല, മധുരം ഉണ്ടല്ലോ, ഇല്ലാതെ തന്നെ കുഴപ്പമില്ല. അപ്പോൾ അത്യാവശ്യം പിള്ളേർക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയപ്പമൊക്കെ കൊടുക്കാം, കുഴപ്പമില്ല. അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.